അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കൊച്ചി മെട്രോ ഫേസ് 2ന്റെ അപ്ഡേറ്റ്സ് ചോദിക്കുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും ഇതൊന്ന് പാസ് ചെയ്യണ്ട, എന്നാ പിന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കുറച്ച് തന്നേക്കാന്ന് വിചാരിച്ചു. ഈ കാണുന്നത് കണ്ടോ, ഇതൊക്കെ ഇപ്പൊ പില്ലേഴ്സ് ഒക്കെ ഇപ്പൊ പണിതുകൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ടുള്ളത്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ സ്റ്റേഷൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഈ നേരെ കാണുന്നതെല്ലാം പില്ലേഴ്സ് ആണ്. ഇതിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഇതിപ്പം എക്സാക്ട് പറയുകയാണെങ്കിൽ ആര്യാസ് സീപോർട്ട് എയർപോർട്ട് റോഡ് ആര്യാസിന്റെ അവിടെയുള്ള വർക്കാണ്. ആര്യാസ് ഈ ഏരിയനെ പോയിച്ചിറ എന്നൊക്കെ പറയും. അപ്പൊ അവിടുത്തെ വർക്കാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ അതിന്റെ പില്ലറിന്റെ മേളിൽ വെക്കണ സാധനല്ലേ, അതിനെന്താ പറയുക, ആ സാധനമൊക്കെ ഒരു വെച്ച് തുടങ്ങിയിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ. പിന്നെ ഇതിന്റെ ഇടയിൽ തന്നെ വഴി വീതി കൂട്ടുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഈച്ചമുക്ക് എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഉണ്ട്, അവിടെ വീതി കുറവാണ് ഇപ്പൊ. അപ്പൊ അതിന്റെ എക്സ്റ്റൻഷൻ വർക്കുകൾ നടക്കുന്നുണ്ട് രണ്ട് സൈഡിലേക്കുള്ള. അപ്പൊ അതിന്റെ വർക്കാണ് ഇപ്പൊ മെയിൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് പണിത് കഴിഞ്ഞാല് ഈ വഴി കൂടി ഇവിടം വരെ ഇപ്പൊ ലാസ്റ്റ് പില്ലറാണിത്. ഇത് ഹോർട്ടിക്രോപ്പ് മറ്റേ ഈ DLFന്റെ ഫ്രണ്ടിലായിട്ട് വരും. അപ്പൊ ഇതിന്റെ ഇവിടുന്ന് അങ്ങോട്ട് പില്ലർ ഇത് ഇട്ടിട്ടില്ല. അപ്പൊ ഈ സൈഡില് മുമ്പ് വഴി ഉണ്ടായിരുന്നില്ല. അപ്പൊ അവര് അതിന്റെ ഇടയിൽ വഴി പണിതും അവിടെ. ഈ സൈഡിലെ റോഡ് കുറച്ചൊന്ന് ഹൈറ്റ് ചെയ്ത് മറ്റേ ബ്ലോക്ക് ഒക്കെ ചെയ്തിട്ട് അവിടെ മണ്ണൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് റോഡ് പോലെ ആക്കി. അപ്പൊ അപ്പുറ സൈഡിൽ ഇപ്പൊ വീതി കുറവാണ്. അപ്പൊ രണ്ട് സൈഡും വീതി കൂട്ടിയിട്ട് നടുക്കൂടെ പില്ലർ ഇടാനുള്ള പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് റോഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കും. ബ്ലോക്ക് ഉണ്ടോന്ന് ചോദിച്ചാൽ ചെറിയ ബ്ലോക്ക് ഉണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ലാതെ സ്മൂത്ത് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ റൺ ചെയ്ത് പോകുന്നത്. വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ രാത്രിയാകുമ്പോൾ ഇത് വൺ വേ പോലെ ആക്കും. ഒരു സൈഡിൽ കൂടെ വണ്ടി കടത്തിവിടുള്ളൂ, മറ്റേ സൈഡിൽ കൂടെ ഒരു വഴി പണി നടക്കും. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ നാടിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. മൊത്തത്തില് നമ്മൾ ചെറുപ്പം തൊട്ട് ഇവിടെ തന്നെ ആയതുകൊണ്ട് വലിയൊരു മാറ്റം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇനിയാണ് നമ്മൾ സെസ്സിന്റെ ഫ്രണ്ടിലേക്ക് എത്തുന്നത്, വ്യവസായ മേഖല. അപ്പൊ ഇതിന്റെ ഈ ഒരു ഗ്യാപ്പിൽ ഇപ്പോ പില്ലേഴ്സ് ഒന്നും ഇട്ടിട്ടില്ല. ഇനി നമ്മൾ പോകുന്നത് സെസ്സിന്റെ ഫ്രണ്ടിലാണ്. ഓക്കെ, ആ കാണുന്നതാണ് സെസ് വ്യവസായ മേഖല ഏരിയ, നെസ്റ്റ് ഗ്രൂപ്പിന്റെ. ഇപ്പുറത്താണ് സെസ് ബാങ്ക് കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതാണ് അതിന്റെ പില്ലേഴ്സ്. ഇവിടെ വരെയാണ് ഇപ്പൊ തൽക്കാലം പില്ലറുള്ളത്. അപ്പൊ ഇതിന്റെ വർക്കും കുഴപ്പമില്ലാണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും സ്പീഡായിട്ടാണ് വർക്ക് കാര്യങ്ങളൊക്കെ നടന്നത്. വേറെ ലാഗ് ഒന്നും അങ്ങനെ ഇടയ്ക്ക് ചെറിയ ലാഗ് വന്നെങ്കിലും ലാഗ് വരുമ്പോ ഇവര് മറ്റേ സെസ് മറ്റേ ഈ ഇൻഫോ പാർക്കിൽ ഏരിയയിലും വർക്ക് നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ നൈറ്റ് വർക്ക് നടക്കുക, അവിടെ ഇവിടെ ആയിട്ട് പരിപാടിയൊക്കെ അത്യാവശ്യം സ്പീഡാണ്, വലിയ കുഴപ്പമില്ല. നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ട് പറയാനുമില്ല. ഇവിടെ താമസിക്കുന്ന ഒരാളെന്ന് വെച്ചിട്ട് അത്ര വലിയ ബ്ലോക്ക് കാര്യങ്ങൾ ബുദ്ധിമുട്ടായിട്ട് പറയാനൊന്നും ഇല്ല. പിന്നെ ആൾക്കാരെല്ലാം അത്യാവശ്യം സഹകരിച്ച് തന്നെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അങ്ങനെ ഇതിപ്പം വൈകുന്നേരം 4 മണി ടൈമാണ്. സെസ്സിലെ ഷിഫ്റ്റ് ആയിട്ട് ആൾക്കാരൊക്കെ ഇറങ്ങുന്ന ടൈമാണ്. അതാണ് ഈ ഒരു ചെറിയൊരു തിരക്ക് കാര്യങ്ങൾ. അല്ലാണ്ട് ആ സല്ലാത്തിന്റെ വൈകുന്നേരത്തേക്ക് ബ്ലോക്കേ ഉള്ളൂ. പിന്നെ രാവിലെയുള്ള ചെറിയ ബ്ലോക്ക്. അല്ലാണ്ട് വർക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതൊരിക്കലും നമ്മളെങ്ങനെ ഓവറായിട്ട് ബാധിക്കുന്നൊന്നുമില്ല. ആ ഒരു കാര്യത്തിൽ ഇവര് സ്മൂത്ത് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് പോകുന്നത്, എന്റെ ഒരു അഭിപ്രായത്തിലിട്ടോ. എന്റെ വീട് ഇവിടെ തന്നെയാണ്. നമ്മളെപ്പോഴും പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നത്, രാവിലെ ആയിക്കോട്ടെ, ഉച്ചയ്ക്കായിക്കോട്ടെ, വൈകുന്നേരം ആയിക്കോട്ടെ. ഒരിക്കലും അങ്ങനെ ഒരുപാട് നേരം ഒന്ന് ബ്ലോക്കിൽ കിടക്കേണ്ടി വരെ വന്നിട്ടില്ല. ബ്ലോക്കുള്ള സമയത്ത് ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്, എന്നാലും ഇത് ഈ വർക്ക് നടക്കുന്ന പറഞ്ഞിട്ട് നമ്മളങ്ങനെ എഫക്ട് ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നോർമലി ഉള്ള ഒരു ബ്ലോക്ക്. പിന്നെ നമ്മൾ സഹകരിക്കണം മാക്സിമം അവരോട് കൂടി, എന്നാലേ നമ്മുടെ നാട്ടിലെ ഒരു ചേഞ്ച് കാര്യങ്ങളൊക്കെ വരുള്ളൂ. പിന്നെ ഇനി അങ്ങോട്ട് എന്താ അതിന് പറയുക, ഗ്രിഡേഴ്സോ അങ്ങനെ എന്തിട്ടാണ് അതിന് പറയുന്നത്. ആ മേളിൽ കൂടി ഇടില്ലേ, മറ്റേ ബ്രിഡ്ജ് പോലെ ഇടില്ലേ, അതിന്റെ വർക്കുകൾ ഈ ഭാഗത്ത് കുറെ സ്ഥലത്ത് ഇപ്പോ നടന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഈ പില്ലറിന്റെ മേളിൽ സാധനം വെച്ചിട്ട് അവിടുന്ന് അങ്ങോട്ട് മറ്റേ ബ്രിഡ്ജ് പോലത്തെ ഗ്രിഡേഴ്സ് എന്ന് പറഞ്ഞ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ആ ഇൻഫോ പാർക്ക് മിക്ക സ്ഥലത്തും അത് ഫില്ല് ചെയ്ത് പോയിട്ടുണ്ട്. കാണാൻ പറ്റുന്നില്ല മേളിൽ കാണുന്നത്. ഇതൊരു വൈഡ് ഫ്രെയിം പോലെ കേട്ടോ. അപ്പുറം സൈഡിൽ നോക്കുമ്പോഴത്തേക്കിന് എന്തായാലും ഇവിടുന്ന് മെട്രോ പാസ് ചെയ്യുമ്പോൾ പരിപാടിയിലായിട്ട് മെട്രോ ഓണായി മെട്രോ പാസ് ചെയ്യുമ്പോൾ ആ സൈഡിൽ നിന്ന് കാണാൻ അടിപൊളിയാവും. എന്ന് വെച്ചാൽ ഇത് നല്ലൊരു വലിയൊരു ഏരിയ ആണ്, വൈഡ് ഏരിയ ആണ്. ഞാൻ ആ കാഴ്ചയെ കാണാൻ വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കൂട്ടിയാ വരും. ഇവിടുന്ന് നോക്കിക്കോട്ടെ, ഇവിടുന്നൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഈ ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ വീട്ടിലുള്ള സാധനം സെറ്റ് ചെയ്ത് മനസ്സിലാവും.
ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ സെസ് അല്ലെങ്കിൽ ആര്യാസിന്റെ അവിടെ സെസ് ചിറ്റത്തിര വരെയുള്ള വർക്കിന്റെ ഒക്കെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ പോവുകയാണ്. എൻ്റെ വീട് എന്ന് പറയുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ്. എനിക്കൊരു 1/2 കിലോമീറ്റർ ഇല്ല മെയിൻ റോട്ടിൽ നിന്ന്. 300 മീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ, 300-400 മീറ്ററൊക്കെ കാണുള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത അപ്ഡേറ്റ്സ് ആയിട്ട് പിന്നെ കാണാം. ബൈ.